ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ കാപ്പിക്കുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കിച്ചണിൽ. ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നു. മുട്ടക്കറി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് മോളെ അംഗനവാടി കൊണ്ടുപോകുന്ന ദിവസമാണ്. കുറച്ച് നാളത്തെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ തൊട്ട് വലിയ വിഷയങ്ങളാണ് വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാപ്പി കുടിക്കാൻ മടി, പോകുന്നത് വരെ ഇനി എനിക്ക് ഒരു മനസ്സമാധാനവും തരത്തില്ല. എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്ക് കരച്ചിലും പിഴിച്ചിലും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിലോട്ട് അങ്ങോട്ടൊന്നും പോവത്തുമില്ല. പോയാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് ഇനി ഛർദ്ദിക്കുന്നുമുണ്ട്. ഫോൺ കൊടുത്തിട്ട് തല കെട്ടി കൊടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, അല്ലാന്നുണ്ടെങ്കിൽ തല കെട്ടി കൊടുക്കാൻ സമ്മതിക്കത്തുമില്ല. കരച്ചിലും പിഴിച്ചിലും കാരണം ഒരു മനസ്സമാധാനം തരത്തുമില്ല. അതുകൊണ്ടാണ് ശ്രദ്ധ കുറച്ച് നേരമെങ്കിലും മാറ്റി വെക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കൊടുത്ത് നിർത്തുന്നത്. അംഗൻവാടിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, അവിടെ ഇരുന്നോളും. അവിടെ എത്തിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ്. 10 മണിയാവുന്നത് വരെ വീട്ടിൽ ആർക്കും ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കത്തില്ല. എല്ലാവരോടും ചെന്ന് മാറിയും തിരിഞ്ഞും പോണ്ട, അതാ ഇതാ മറ്റതാ മറിച്ചതാ എന്നും പറഞ്ഞ് കരച്ചിലും ബഹളവും നിർബന്ധമായിരിക്കും. പക്ഷെ വൈകിട്ട് വിളിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോയ ആളാണെന്ന് പറയത്തേയില്ല. ഇതെല്ലാം അടവാണ് കേട്ടോ. നമ്മുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഇന്ന് കൊച്ചിനെ വിടണ്ടല്ലോ എന്ന് നമ്മളൊരു തീരുമാനത്തിലെത്തുമെന്നറിയാം. അതുകൊണ്ട് കാണിക്കുന്ന അങ്ങേ അറ്റത്തെ അടവാണ്. പഠിച്ച പണി 18 നോക്കി കേട്ടോ. ഇന്ന് എന്തായാലും ഞാൻ സമ്മതിച്ചില്ല, കൊണ്ടാക്കി. പോയിട്ട് വന്നിട്ട് കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തേച്ച് കഴുകി വെച്ചിട്ട് പിന്നെ ലഞ്ചിനുള്ള പണികളൊക്കെ ആയിരുന്നു. ആ സമയത്തേക്ക് അമ്മ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു, ചീനി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻകറി ഇനി വെക്കുന്ന മീൻകറി എനിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. കാരണം അമ്മയ്ക്ക് മുള്ളുവാള രാവിലെ കിട്ടി, അത് അപ്പോഴേ അമ്മ കറിയാക്കി. അമ്മയുടെ ഫേവറേറ്റ് മീനാണ് മുള്ളുവാള. ഇവിടെ ആരും മുള്ളുവാള കൂട്ടത്തില്ല. പിന്നെ അനിയത്തിക്ക് ഇന്നലത്തെ ചൂരക്കറിയാണ് അവളുടെ ഫേവറേറ്റ്, അതുകൊണ്ട് അവൾക്കത്. അപ്പോൾ പിന്നെ എനിക്ക് മാത്രമാണ് ഈ മീൻകറി. പിന്നെ മീൻ ഫ്രൈ എല്ലാവരും കഴിക്കും. ഇത്രയും വലിയ മീനിനെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. നമ്മൾ CD മീനെന്നും പിന്നെ കത്തിപ്പാരാന്നും വാത്തിപ്പാരാന്നും പല രീതിയിൽ പറയുമല്ലോ. ഇത് സാധാരണ കട്ട് ചെയ്യാൻ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു മീനാണ്. കാരണം നമുക്ക് കത്രിക വെച്ച് പേപ്പർ കട്ട് ചെയ്യുന്ന ലാഘവത്തോടെ കട്ട് ചെയ്യാം. പക്ഷേ ഇത് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റിയില്ല. നല്ല ഫ്ലഷ് ഉള്ള മീനായിരുന്നു, വലിപ്പമുള്ള മീൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഈ CD മീൻ കാണുന്നത് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഒന്ന് വെറൈറ്റി ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങാപ്പാലൊഴിച്ച മീൻകറിയും തേങ്ങ അരച്ച മീൻകറി ഇന്നിവിടെ ഉള്ളതുകൊണ്ട് ഇന്ന് പൊടി ഇട്ടിട്ട് തക്കാളിയൊക്കെ അടിച്ച് ചേർത്തിട്ട് സ്പെഷ്യൽ ടൈപ്പിലുള്ള ഒരു മീൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഫ്ലോപ്പ് ആയാലും ഞാൻ മാത്രമാണല്ലോ കഴിക്കുന്നത്. പിന്നെ ഇത് ഫ്ലോപ്പ് ആവില്ല, കാരണം ഈ ഒരു മെത്തേഡ് ഞാൻ ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണേ. അതുകൊണ്ട് കോൺഫിഡൻസോടെ വെക്കാൻ പറ്റി. മീൻ ആവശ്യമായിട്ടുള്ള പൊടികളും ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുത്ത് അത് ചൂടാകുമ്പോഴത്തേക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് കടുക് വറുത്ത് ഈ അരപ്പ് അതിലിട്ട് ഒരു തക്കാളി, 1-1.5 തക്കാളി, വലിപ്പമുള്ള തക്കാളിയാണെങ്കിൽ അതനുസരിച്ച് അതും കൂടി അടിച്ച് ചേർത്ത് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം പുളിയും ഇട്ട് വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് തിള വരുമ്പോഴത്തേക്ക് കഷ്ണങ്ങൾ വറക്കിയിടണം കേട്ടോ. എന്നിട്ട് ആ സമയത്തേക്കും ഞാൻ അപ്പുറത്ത് തന്നെ കുറച്ച് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതും അരപ്പിട്ടെടുത്തിട്ടുണ്ട്, ഫ്രൈയും ചെയ്തു കേട്ടോ. മീൻ ഫ്രൈ ഇല്ലാതെ ഒരു ചോറൂണില്ലല്ലോ, അതുകൊണ്ട് അതും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. പിന്നീടാണ് ഓർത്തത് ഒഴിച്ചേറി വെച്ചില്ല എന്ന്. അങ്ങനെ പിന്നെ പുളിശ്ശേരിക്കും അരച്ച് അതും സെറ്റാക്കി വെച്ചു. അപ്പോഴത്തേക്കും മീൻ ഫ്രൈ ഒക്കെ ഒരു വശം റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചും കൂടെ ഇട്ട് റെഡിയാക്കി എടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനുള്ള പരിപാടികളൊക്കെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇന്ന് മീൻ ഫ്രൈ ചെയ്യാൻ നേരത്ത് ഞാനൊരു 3-4 അല്ലി വെളുത്തുള്ളി കൂടി ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വെളുത്തുള്ളി ചതച്ചിട്ട് മീൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു നല്ല ഫ്ലേവർ ആണല്ലോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഒന്നും ചെയ്യാറില്ല, ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളൂ, ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് മോരും കൂടി അങ്ങ് സെറ്റാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ തട്ടിക്കൂട്ട് ലഞ്ച്. മോക്ക് പിന്നെ ചോറ് കൊടുത്തു വിടേണ്ട ആവശ്യമില്ല, കറികൾ കൊടുത്തു വിട്ടാൽ മതി. അംഗനവാടിയിൽ നിന്ന് ചോറ് കൊടുക്കുന്നുണ്ട്. കറികൾ ഏതൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ വീടുകളിൽ നിന്ന് കൊടുത്തു വിടണം കേട്ടോ. അങ്ങനെ ചോറൊക്കെ വിളമ്പി ചീനിയും മീൻകറിയും മീൻ ഫ്രൈയും ഇതെല്ലാം കൂടി സെറ്റാക്കിയിട്ട് ചോറ് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ, സീ യു.